വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളുമായിട്ടാണ്. ഡ്യൂട്ടി ഉള്ള ദിവസം എങ്ങനെയാണ് എൻ്റെ മോർണിംഗും നൈറ്റും ഞാൻ എങ്ങനെയാണ് കുക്കിംഗ് ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് പോവാം. രാവിലെ എണീറ്റ് ഞാനിതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഇതാ വേഗം പുട്ടിൻ്റെ പൊടി എടുത്തിട്ട് ഇതാ നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴേക്ക് ഞാനിതാ ചോറ് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രാത്രി തന്നെ ഉണ്ടായിരുന്ന ബാക്കി ചോറാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ചോറില്ലെങ്കിൽ മാത്രമേ ഞാൻ മോർണിംഗ് ചോറ് വെക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇതേപോലെ തിളപ്പിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ നമ്മളെ ചോറ് ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതുപോലത്തെ ഇങ്ങനെ ഓട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കോരി വെക്കുകയാണ് കേട്ടോ, അത് വെള്ളമൊക്കെ വാർന്ന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ചോറ് അവിടെ കുക്കായി സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ പുട്ട് നനച്ചത് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ നമ്മളെ പുട്ട് ചൂടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കുറ്റി വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഞാനിതാ കുറച്ച് ഉരുളക്കിഴങ്ങ് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ലഞ്ചിന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുവന്നത് ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ് കേട്ടോ. എനിക്ക് ഉരുളക്കിഴങ്ങ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൽ മസാല ഒന്ന് പിടിച്ച് വരട്ടെ എന്ന് വിചാരിച്ചാൽ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് വേഗം പുട്ട് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പുട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനിതാ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മളെ ഉരുളക്കിഴങ്ങും ഇവിടെ ഫ്രൈ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ എന്ന് വെച്ചാൽ ഭയങ്കര ജഗബോഗിയാണ് കേട്ടോ, കാരണം എല്ലാം ഒരു ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പായിട്ടാണ് ഞാൻ ചിലതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങ് ഫ്രൈ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ രാവിലെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുവാണ്. പാത്രം കഴുകി വന്നപ്പോഴേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇത് അവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഓരോ ബാച്ചായിട്ട് അങ്ങനെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പുട്ട് അവിടെ ഒരു സൈഡിൽ നിന്ന് കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് കുക്കാകുമ്പോഴേക്ക് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്യും കേട്ടോ. കാരണം നമുക്ക് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ജഗപ്പൊക്കെയല്ലേ, അപ്പോൾ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പുട്ട് അവിടെ കുക്കാകുന്ന ടൈം കൊണ്ട് നമ്മളിവിടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനായി വന്നപ്പോഴേക്ക് ഇതാ നമ്മളെ പുട്ടിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം നമ്മൾ പുട്ടെടുത്തിട്ട് നമ്മൾ കാസറോളിൽ വേഗം അതിങ്ങനെ കുത്തി വെക്കണം. എന്നിട്ട് പിന്നെ ഞാൻ ഫ്രഷായി വന്നിട്ട് പോകുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അങ്ങനെ നമ്മളെ പുട്ട് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ ഇന്ന് നോമ്പാണ്. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അവർ ഇന്ന് നോമ്പെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഉമ്മയും ഉപ്പയൊന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ വേഗം നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഇതാ അടിച്ചു വരാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പുട്ടിന് നമ്മൾ ഇന്ന് തലേ ദിവസത്തെ നല്ല മീൻ കറി ഉണ്ട് കേട്ടോ, നമ്മൾ ചെമ്മീൻ കറി ഉണ്ട്. അപ്പോൾ ആ ചെമ്മീൻ കറി കൂട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുട്ടും ചെമ്മീനുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത് ലഞ്ചിന് കൊണ്ടുപോകുന്നത് ചോറും ഉരുളക്കിഴങ്ങ് ഫ്രൈയും ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ഫ്രൈ. അതുണ്ടെങ്കിൽ തന്നെ ഞാൻ അത്യാവശ്യം ചോറ് കഴിക്കും കേട്ടോ, അത് മാത്രം മതി. അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നമ്മളിതിവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുക്കിംഗ് പരിപാടികൾ കഴിഞ്ഞ് അടിച്ച് വാരലും കഴിഞ്ഞപ്പോൾ ഞാനിതാ ഫ്രണ്ടിൽ മാത്രം ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചളിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം നമ്മളെ കിച്ചണും പിന്നെ നമ്മളുടെ ഫ്രണ്ട് ഏരിയ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ മുകളിലേക്ക് വന്നിട്ട് ഇക്കൻ്റെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും എൻ്റെ ഡ്രസ്സും വേഗം ഒന്ന് അയൺ ചെയ്തിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി യൂണിഫോമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് എടുക്കുവാണ്. അപ്പോൾ ഞാനത് ആ ചോറും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈയും എടുത്തിട്ട് നമ്മൾ ഈ ഒരു ലഞ്ച് ബോക്സിൽ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലഞ്ച് ബോക്സ് ഇതല്ല കേട്ടോ, ഇത് ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് അന്ന് അനിയൻ കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു പാത്രം യൂസ് ആക്കുകയാണ് കേട്ടോ ലഞ്ച് ബോക്സ് ആയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പാത്രം കേട്ടോ, അങ്ങനെ ലീക്കൊന്നും വരാത്ത നല്ലൊരു പാത്രമാണ്. ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ ഒരു പാത്രമാണ് ഇത്, നല്ല ക്വാളിറ്റി ഉള്ള പാത്രമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിലിപ്പോൾ തൽക്കാലം ഫുഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം തന്നെ അതാ 2 കഷ്ണം പുട്ടും ചെമ്മീൻ കറി എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗത ഇക്കക്കുള്ളത് ഇവിടെ മേശൻ്റെ മുകളിൽ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടിഫിൻ ബോക്സ് ഇതാ ഞാൻ വേഗം തന്നെ ഒരു കവറിലിട്ടിട്ട് ബാഗിൽ വെക്കുന്നുണ്ട്. ഇൻ കേസ് എങ്ങാനും ലീക്ക് ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കവറിലിട്ടിട്ട് ഇതാ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്കൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ മേശയുടെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതിന് വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്.
നമ്മൾ ഇനി നേരെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ബസ് സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ ഇനി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. അങ്ങനെ പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്നതും നമ്മൾ ഡ്യൂട്ടിയിലുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം കേട്ടോ. ഡ്യൂട്ടിയിലുള്ള കാര്യങ്ങളും ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശേഷങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇക്കും കൂടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതാ രാത്രി ആയി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അരിഞ്ഞ് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കും കേട്ടോ. കാരണം രാവിലെ അത് അരിഞ്ഞ് വെക്കാനുള്ള ടൈം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞാനിതാ നമ്മളെ ക്യാരറ്റാണ് അരിഞ്ഞ് വെക്കുന്നത്. ചില ദിവസം കോവയ്ക്കായിരിക്കും അല്ലെങ്കിൽ ബീട്രൂട്ടായിരിക്കും, എന്താണ് അവൈലബിലിറ്റി ഉള്ളത് അതാണ് കേട്ടോ ഞാൻ അരിഞ്ഞു വെക്കുക. ഓരോ ദിവസവും ഓരോ പോലെയാണ്. ചില ദിവസങ്ങളിൽ അടുത്ത ദിവസത്തേക്ക് അരിയാനൊന്നുമില്ലെങ്കിൽ അരിഞ്ഞു വെക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഉമ്മയ്ക്ക് നോമ്പായതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചോറ് ഞാൻ വന്നിട്ടാണ് കേട്ടോ വെക്കണം. അല്ലെങ്കിൽ ഉമ്മ ഞാൻ വരുമ്പോഴേക്ക് എന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ചിട്ട് അത് ഉണ്ടാവും രാത്രിയിൽ. അപ്പോൾ എനിക്ക് ചോറൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടാവലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് നോമ്പായതുകൊണ്ട് ഇന്ന് ഞാൻ രാത്രി വന്നിട്ട് ചോറ് വെക്കുകയാണ്. അങ്ങനെ പിന്നെ ഇനി കറി വെക്കണം. അപ്പോൾ ഞാനിതാ മീനൊക്കെ അമ്മ ഞാൻ വരുമ്പോഴേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ വന്നിട്ട് ഇതാ ഇനി കറി വെക്കുവാണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് കറിയും ചോറും പിന്നെ എന്തായാലും നമ്മൾ ഉപ്പേരിക്ക് അരിയുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് അരിയുന്ന ചില ദിവസങ്ങളിൽ മാത്രമേ ഉപ്പേരി ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. രാത്രിയിൽ അല്ലെങ്കിൽ ഉമ്മ എന്താണോ ഉണ്ടാക്കി വെക്കണത് അതാണ് കേട്ടോ കഴിക്കൽ. ഓരോ ദിവസവും ഞാൻ പറഞ്ഞില്ലേ ഓരോ പോലെയാണ് ഉണ്ടാവുക. അധിക ദിവസങ്ങളിൽ ഉമ്മ കുക്ക് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അത് കഴിക്കുക മാത്രം ചെയ്താൽ മതി. ചില ദിവസങ്ങളിൽ മാത്രം എനിക്കിങ്ങനെ കുക്ക് ചെയ്താൽ മതി കേട്ടോ രാത്രിയിൽ. പിന്നെ ഇതേപോലെ എന്തെങ്കിലും അടുത്ത ദിവസത്തേക്ക് ഇങ്ങനെ ഉപ്പേരി വെക്കാനുള്ളത് അരിയണമെങ്കിൽ മാത്രം അരിഞ്ഞ് വെച്ചാൽ മതി. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇതേപോലെ കോവയ്ക്കാണെങ്കിൽ കോവയ്ക്ക അരിഞ്ഞ് വെക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ക്യാരറ്റാണ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മളെ കറി ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോവയ്ക്ക ഞാൻ അന്ന് കട്ട് ചെയ്തതല്ല കേട്ടോ, അത് വേറൊരു ദിവസം കട്ട് ചെയ്തത് ഞാൻ ഇതിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളിന്ന് ഇപ്പോൾ കറി വെക്കണത് അയലയാണ് കറി വെക്കണത്. അപ്പോൾ നമ്മളെ കറി ഇതവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ചോറുമായി കറിയുമായി ഉപ്പേരിക്കുള്ളത് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി ഉപ്പേരിയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രാത്രിയിലേക്കുള്ള ഡിന്നർ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പം ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അവർ പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ടായിട്ട് അവിടേക്ക് പോയതാണ് നോമ്പൊക്കെ തുറന്നതിന് ശേഷം. അപ്പോൾ അവർ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് കുറച്ച് പുട്ട് നനച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് പുട്ടുപൊടി എടുത്തിട്ട് നനച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവർ പുട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അവർ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന പുട്ടുപൊടി അത് പൊളിച്ചിട്ട് പാത്രത്തിലൊന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കുറച്ച് നമ്മൾ ഡെയിലി എടുക്കുന്ന ഒരു ബോട്ടിലും പിന്നെ ബാക്കിയുള്ളത് വേറൊരു ബാസ്ക്കറ്റിലൊക്കെ ആയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അത് വേഗം ചെയ്യണം. അപ്പോൾ നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് രാത്രിയിൽ നമ്മൾ കട്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾസ് കുറച്ച് രാത്രി കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തിട്ട് ബാക്കി ബാലൻസ് നമ്മൾ ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഞാൻ എണീറ്റ് വന്നു കഴിഞ്ഞാലാണ് കേട്ടോ പിന്നെ കുക്ക് ചെയ്യുക ഇത്. അങ്ങനെ നമ്മൾ കുറച്ച് എടുത്തിട്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ കുക്ക് ചെയ്യുക മോർണിംഗിൽ. അപ്പോൾ നമ്മൾ കോവയ്ക്ക് ചെയ്താൽ ഞാൻ കുറച്ചെടുത്തിട്ട് കുക്കാക്കിയിട്ട് ബാക്കി ഇത് അതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പുട്ടുപൊടി ഇനി വേഗം തന്നെ എടുത്തിട്ട് ബോട്ടിലാക്കണം. നമ്മളെ ഉപ്പേരിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡിന്നറിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പപ്പടോ എന്തെങ്കിലും പൊരിച്ചിട്ട് നമുക്ക് ഇക്ക വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മളെ പുട്ടുപൊടി ഇത് അവിടെ എടുത്ത് ഞാൻ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനി നേരെ ഇക്ക വന്നിട്ട് ഫുഡ് കഴിക്കുക, ഉറങ്ങുക. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ രാത്രിയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ ആൻഡ്